വൃശ്ചികം പിറന്നതോടെ പന്തളം കൊട്ടാരത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണം കണ്ട് തൊഴാനായിട്ടുള്ള ഭക്തജനങ്ങൾ, അതായത് ശബരിമല പമ്പയ്ക്ക് പോകുന്നത്, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ, ഭക്തജനങ്ങളല്ല, അയ്യപ്പസ്വാമിമാരും അതോടൊപ്പം തന്നെ സ്ത്രീജനങ്ങളടക്കമുള്ളവർ ഇവിടെ വന്ന് തിരുവാഭരണം കാണാനും തൊട്ടു തൊഴാനും ഒക്കെയുള്ള ഒരു വലിയൊരു അവസരമാണ് പന്തളം കൊട്ടാരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വൃശ്ചികം 1 മുതലാണ് അതിനുള്ള അവസരം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴും നല്ല തിരക്കാണ് പന്തളം കൊട്ടാരത്തിൽ. നമുക്ക് ഈ തിരുവാഭരണം കാണാനെത്തുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഈ ഒരു സീസൺ തുടങ്ങുമ്പം ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണ്? ഇക്കൊല്ലം നമ്മുടെ 16-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് വൃശ്ചികം 1 ആരംഭിച്ചത്. ശനിയാഴ്ച ആയതുകൊണ്ടും വൃശ്ചികം 1 ആയതുകൊണ്ടും അന്ന് വളരെ വലിയ ഭക്തജന തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. അതിനുശേഷമുള്ള ദിവസങ്ങളിലും ധാരാളം സ്വാമി അയ്യപ്പന്മാരും മറ്റ് ഭക്തജനങ്ങളും തിരുവാഭരണം കാണുവാൻ വേണ്ടി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. സ്ത്രീയെന്നോ മറ്റ് ജാതിമത ഭേദമോ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും ദർശിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. തിരുവാഭരണം കൊണ്ടുപോകാനുള്ള പേടകങ്ങളും പല്ലക്കുമൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് പല്ലക്കാണ്. അതോടൊപ്പം തന്നെ കൊടിപ്പെട്ടിയുണ്ട്, മറ്റ് തിരുവാഭരണ പേടകങ്ങളുണ്ട്. ഇതെല്ലാമായിട്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും ആരംഭിക്കുന്നത്. ഒട്ടേറെ ഭക്തജനങ്ങളാണ് തിരുവാഭരണം കണ്ട് ആ ഒരു വലിയ ഒരു ആത്മസംതൃപ്തിയോടെ മടങ്ങുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തനുണ്ട്. എങ്ങനെയുണ്ട് ദർശനം? പന്തളം കൊട്ടാരം എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായി ഇവിടെ എല്ലാവിധ ഇതിലും ഇവിടുന്ന് തേര് പോകുന്നതും പല്ലക്കിൽ എല്ലാം കണ്ട് നമുക്ക് പണ്ട് തൊട്ടേ ഇതൊരു വലിയൊരു അനുഭൂതിയാണ്. ഇവിടെ വരുന്നൊരു പ്രത്യേക അനുഭവമാണ്, പ്രത്യേക ഒരു അനുഭൂതിയാണ്, പ്രത്യേക ഒരു ഭക്തിക്ക് ഒരു 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 എന്താ പറയുക, ഒരു എക്സ്ട്രാ എനർജി. ഈ കൊല്ലം നന്നായി തൊഴാനും പോലീസുകാരൻ പിടിച്ചകത്തേക്ക് നിർത്തി നന്നായി തൊഴാൻ എനിക്ക് പറ്റി. ഇനി എല്ലാ കൊല്ലം വരട്ടെ എന്ന് ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു. இந்த வருஷம் தான் இந்த டைம் வந்திருக்கோம். சபரிமலை வந்துட்டு அப்படியே இதை பார்த்துட்டு போகலான்னு சொல்லிட்டு வந்திருக்கோம் இந்த டைம். ഞാൻ ആദ്യമായിട്ട് വരുക. എനിക്ക് വളരെയധികം സന്തോഷം ഇവിടെ കാണാൻ പറ്റിയതില്ല. എന്താ നമ്മൾ ഭഗവാനെ വന്ന് കണ്ട് തൊഴുതു. എന്തെങ്കിലും കഞ്ഞി കുടിക്കാനിരിക്കുക, വായനകത്ത് കഴിയുമ്പോൾ കഞ്ഞി തരും. അവിടെ ചോറുണ്ട്, ഊണമ്പലത്തിലുണ്ട്. ഇവിടെ കഞ്ഞി, അസ്ത്രവും അച്ചാറും എല്ലാ ദിവസവും ഉണ്ട്. അയ്യനെ കണ്ടു തൊഴുന്നതിന് മുമ്പ് പന്തളത്തെത്തി തിരുവാഭരണം കൂടി കണ്ടതിന് ശേഷമാകും അയ്യപ്പ ഭക്തർ മല കയറുകയുള്ളൂ. അതോടൊപ്പം തന്നെ പന്തളത്തെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ അന്യദേശങ്ങളിലും നിന്നുള്ള ഒട്ടേറെ ഭക്തജനങ്ങളാണ് പന്തളത്തെത്തുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പന്തളത്തു നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.